ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മളെല്ലാം കണ്ടു. ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തു. ഫോർ, വൈൽ, ഡു വൈൽ എന്നീ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ബാക്കി പ്രോഗ്രാംസ് നിങ്ങൾ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഇനിയും ഉണ്ട്. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പഠിക്കുക, അതേ നിവൃത്തിയുള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ മോഡ്യൂളിൽ ഈ 3 ടോപ്പിക്കും കൂടെ പഠിക്കാനുണ്ട്. ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന കാറ്റഗറീൻ്റെ അകത്ത് വരുന്ന ബ്രേക്ക്, കണ്ടിന്യൂ, ഗോ ടു, ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറ്റി നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ബ്രേക്കും കണ്ടിന്യൂവും എന്താണെന്ന് പഠിക്കാം. അടുത്ത വീഡിയോയിൽ ഗോ ടുവും എന്താണെന്ന് പഠിക്കാം. അപ്പോൾ ഈ 2 വീഡിയോയും കൂടെ മാത്രമേ നമ്മുടെ ഈ മോഡ്യൂളിൽ വരുന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ബ്രേക്കും കണ്ടിന്യൂവും എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഇതിൽ ബ്രേക്കിനെ പറ്റി നമ്മൾ ആൾറെഡി പഠിച്ചു, കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അപ്ലൈ ചെയ്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അതിൽ തന്നെ നമ്മൾ ബ്രേക്ക് ഈ ഒരു വീഡിയോ 24th വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ നമ്മൾ സാധാരണ പഠിച്ചു. സാധാരണ സ്വിച്ച് കേസ് എഴുതുന്ന സമയത്ത് ഓരോ കേസിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കൂടെ നമ്മൾ സാധാരണ കൊടുക്കാറുണ്ട്. നിർബന്ധമായിട്ടും കൊടുക്കണം എന്ന് റൂളില്ല, പക്ഷേ അങ്ങനെ കൊടുത്താൽ മാത്രമേ കറക്റ്റായിട്ടുള്ള രീതിയിൽ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവുകയുള്ളൂ. അതല്ല ബ്രേക്ക് ഒഴിവാക്കി നമ്മൾ ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നതെങ്കിൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ, സപ്പോസ് ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ 4 ആണെങ്കിൽ ഈ 4th കേസിൻ്റെ അകത്തുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും കൂടെ ആ കേസിൽ ബാക്കി വരുന്ന 5, 6, 7 പിന്നെ ഡീഫാൾട്ട് ബാക്കി വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സും കൂടെ എല്ലാം അങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് എക്സിക്യൂട്ട് ആയി പോകും. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം ഈ സ്വിച്ച് കേസിനുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് എല്ലാ കേസിൻ്റെയും കൂടെ അതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അവസാനത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഡീഫാൾട്ടിൻ്റെ കൂടെ മാത്രം ബ്രേക്കിൻ്റെ ആവശ്യമില്ല. ബാക്കി എല്ലാ കേസിൻ്റെ അകത്തും അവസാനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഇപ്പം എന്നിൻ്റെ വാല്യൂ 4 ആണെങ്കിൽ കേസ് 4 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. കേസ് 4ൻ്റെ അകത്തുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് എക്സിക്യൂട്ട് ചെയ്യും. എന്ന് ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പം ഈ സ്വിച്ച് കേസ് അതിൻ്റെ അകത്തുള്ള എക്സിക്യൂഷൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് അതിൽ നിന്ന് പുറത്തിറങ്ങും. ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എക്സിക്യൂഷൻ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്ത് അതിൽ നിന്ന് ആ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയാണ് ഈ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തത്. അപ്പോൾ ഇതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമുക്ക് വൈൽ ലൂപ്പിൻ്റെ അകത്തും ഡു വൈൽ ലൂപ്പിൻ്റെ അകത്തും ഫോർ ലൂപ്പിൻ്റെ അകത്തും ഒക്കെ യൂസ് ചെയ്യാനൊക്കെ. ഇവിടെ ഇപ്പോൾ നോക്കുക, ഞാനിവിടെ വൈൽ ലൂപ്പിൻ്റെ അകത്ത് ഇവിടെ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഞാനൊരു ഇഫ് കണ്ടീഷൻ വെച്ചിട്ടാണ് ബ്രേക്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. ഈ കണ്ടീഷൻ 2 എന്ന് പറയുന്ന ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുമ്പോൾ മാത്രമേ, അതായത് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആകുമ്പോൾ മാത്രമേ ഈ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആകത്തുള്ളൂ. അല്ലാതെ നോർമലായിട്ടുള്ള എക്സിക്യൂഷനിൽ ഒരിക്കലും ഈ സാധാരണ രീതിയിൽ നോർമലായിട്ടുള്ള എക്സിക്യൂഷൻ സമയത്ത് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് എപ്പോഴും ഫാൾസ് തന്നെയായിരിക്കും. അപ്പോൾ നോർമലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ആദ്യം ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് 2 എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ഈ ഇഫിൻ്റെ അകത്തുള്ള ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. മിക്കവാറും കേസിൽ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് തന്നെയായിരിക്കും. അതുകൊണ്ട് ഈ ബ്രേക്ക് എക്സിക്യൂട്ട് ആവത്തില്ല. അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് 3, സ്റ്റേറ്റ്മെൻറ്റ് 4 അതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. എങ്ങനെ ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ എത്തപ്പോഴേക്കും, ഒരു സ്പെഷ്യൽ കേസ് എത്തപ്പോഴേക്കും ഈ കണ്ടീഷൻ 2 എന്നുള്ളത് ഈ കണ്ടീഷൻ 2 എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ട്രൂ ആയിട്ട് വരും. അങ്ങനെ ട്രൂ ആയിട്ട് വരുമ്പോൾ മാത്രമേ ഈ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആകത്തുള്ളൂ. അപ്പോൾ അതായത് നോർമലായിട്ടുള്ള ഇതിൽ ഈ കണ്ടീഷൻ 2ൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയിട്ട് വരത്തില്ല, ഫാൾസ് തന്നെയായിരിക്കും. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കേസ് വരുമ്പം ഈ കണ്ടീഷൻ 2 എന്ന് പറയുന്ന അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ട്രൂ ആയിട്ട് വരും. അങ്ങനെ വരുമ്പം ഈ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവുന്നു. ഈ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ ഈ ലൂപ്പ് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് പുറത്തിറങ്ങും. അതായത് സ്റ്റേറ്റ്മെൻറ്റ് 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 2ഉം എക്സിക്യൂട്ട് ആവുന്നു. എന്നിട്ട് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആയിട്ട് വരികയാണെങ്കിൽ ഈ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് ഈ ലൂപ്പ് തന്നെ അങ്ങ് സ്റ്റോപ്പ് ആവും. ഈ ലൂപ്പ് തന്നെ ബ്രേക്ക് ചെയ്ത് അതിൽ നിന്ന് പുറത്തിറങ്ങി ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് 3ഉം സ്റ്റേറ്റ്മെൻറ്റ് 4 ഒന്നും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. പിന്നെ ഈ കണ്ടീഷൻ ഒന്നും ചെക്ക് ചെയ്യാൻ നിൽക്കത്തില്ല. എപ്പോഴാണോ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവുന്നത് അവിടെ വെച്ച് ഈ വൈൽ ലൂപ്പ് സ്റ്റോപ്പ് ആവുകയും അതിൽ നിന്ന് പുറത്തിറങ്ങി ബാക്കിയുള്ള റിമൈനിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഈ വൈൽ ലൂപ്പിനെയൊക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അത് എപ്പോഴും എല്ലാ സമയത്തും ഈ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവത്തില്ല. ഒരു പ്രത്യേക കണ്ടീഷൻ കൊടുത്തിരിക്കും. ഈ കണ്ടീഷൻ എപ്പോഴാണോ ട്രൂ ആവുന്നത് അപ്പം മാത്രമേ ഈ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് ഡു വൈൽ എന്ന് പറയുന്ന ഇതിലും നടക്കുന്നത്. ഇവിടെയും ഒരു സ്പെഷ്യൽ കണ്ടീഷൻ പോലെ എന്തെങ്കിലും കൊടുത്തിരിക്കും. ആ കണ്ടീഷൻ ട്രൂ ആവുമ്പോൾ മാത്രമായിരിക്കും ഈ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവുന്നത്. ഈ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവുകയാണെങ്കിൽ അവിടെ വെച്ച് ഈ ഡു വൈൽ ആ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യുകയും അതിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്യും. പുറത്തിറങ്ങി ബാക്കി റിമൈനിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ബാക്കി സ്റ്റേറ്റ്മെൻറ്റ് 3, സ്റ്റേറ്റ്മെൻറ്റ് 4 ഒന്നും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഈ കണ്ടീഷൻ ഒന്നും ചെക്ക് ചെയ്യത്തില്ല. ബ്രേക്ക് എക്സിക്യൂട്ട് ചെയ്ത് അവിടെ വെച്ച് ഈ ലൂപ്പ് ബ്രേക്കായി അതിൽ നിന്ന് പുറത്തിറങ്ങി റിമൈനിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്.
ഇതുപോലെ തന്നെയാണ് ഫോർ ലൂപ്പിൽ നടക്കുന്നത്. ഫോർ ലൂപ്പിലും നമ്മളിവിടെ ആദ്യം ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആവുന്നെങ്കിൽ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ലൂപ്പ് ബോഡി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് 1 സ്റ്റേറ്റ്മെൻറ്റ് 2 എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് അടുത്ത ഒരു ഇഫ് കണ്ടീഷൻ കൊടുത്തിരിക്കും, അതിൻ്റെ അകത്തുള്ളൊരു കണ്ടീഷൻ പോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കും. ഈ നോർമലായിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് മിക്കവാറും ഫാൾസ് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ബ്രേക്ക് ഒന്നും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് തന്നെയായിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വരുന്ന ബ്രേക്ക് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. സ്റ്റേറ്റ്മെൻറ്റ് 3 സ്റ്റേറ്റ്മെൻറ്റ് 4 ഒക്കെ അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ഇൻക്രിമെൻറ്റ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും. എങ്ങാനും ഒരു സ്പെഷ്യൽ സിറ്റുവേഷനൊക്കെ എത്തുമ്പോൾ ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയിട്ട് വരും. അപ്പോഴായിരിക്കും ഈ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇത് എക്സിക്യൂട്ട് ചെയ്താൽ അവിടെ വെച്ച് ഈ ഫോർ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യും. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് പുറത്താണെങ്കിൽ ബാക്കി റിമൈനിങ് സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് 3 സ്റ്റേറ്റ്മെൻറ്റ് 4 ഒന്നും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. പിന്നെ ഇൻക്രിമെൻറ്റിലോട്ട് പോവുകയൊന്നുമില്ല. എവിടെയാണോ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവുന്നത് അവിടെ വെച്ച് ആ ലൂപ്പ് ബോഡിയിൽ നിന്ന് പുറത്തിറങ്ങും. ഫോർ ലൂപ്പ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് അത് പുറത്തിറങ്ങി റിമൈനിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ലൂപ്പിനെയൊക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ലൂപ്പിനെയൊക്കെ അവിടെ വെച്ച് ടെർമിനേറ്റ് ചെയ്ത് ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയാണ് ഈ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ വൈലിലും ഡു വൈലിലും ഫോറിലും ഒന്നും നമ്മൾ സാധാരണ ഗതിയിൽ ഈ ബ്രേക്ക് അങ്ങനെ വരുന്ന പ്രോഗ്രാംസ് ഒന്നും അങ്ങനെ എഴുതാറില്ല, എക്സാമിനും അങ്ങനെയൊന്നും ചോദിക്കാറില്ല. പക്ഷേ ഈ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് വളരെ കോമൺ ആയിട്ട് നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് യൂസ് ചെയ്യാറുണ്ട്. റെയർ സിറ്റുവേഷനിൽ മാത്രമേ ഈ ബ്രേക്ക് ഇല്ലാത്ത രീതിയിൽ നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതാറുള്ളൂ. മിക്കവാറും കേസിൽ, മെജോറിറ്റി കേസിലും ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് കേസ് എഴുതുമ്പോൾ അതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് എപ്പോഴും ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ നമ്മൾ ആഡ് ചെയ്യും. അല്ലെങ്കിൽ എല്ലാം കൂടി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കേസ് സെലക്ട് ചെയ്ത് ബാക്കിയുള്ള കേസസിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും കൂടി അങ്ങ് ഡീഫാൾട്ടായിട്ട് അങ്ങ് എക്സിക്യൂട്ട് ചെയ്ത് അങ്ങ് വിടും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് വളരെ കോമൺ ആയിട്ട് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ബ്രേക്ക് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കാം, ഇവിടെ ഫോർ ലൂപ്പിൻ്റെ അകത്ത് മറ്റൊരു ഫോർ ലൂപ്പ് വരുന്നു, അതിൻ്റെ അകത്താണ് ഈ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവുന്നത്. അപ്പോൾ ഈ ഇവിടെ കണ്ടീഷൻ 3 ഇത് ഏതെങ്കിലും സ്പെഷ്യൽ സിറ്റുവേഷൻ എത്തപ്പോഴേക്കും ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയി വരുന്നു. അപ്പോൾ മാത്രമായിരിക്കും ഈ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ വെച്ച് ഈ ലൂപ്പ് സ്റ്റോപ്പായി ഇതിൽ നിന്ന് പുറത്തിറങ്ങുമെന്ന് പറഞ്ഞാൽ ഏത് പർട്ടിക്കുലർ ലൂപ്പിലാണ് ഈ ബ്രേക്ക് വരുന്നത് ആ ലൂപ്പിൽ നിന്നായിരിക്കും പുറത്തിറങ്ങുന്നത്. ഇവിടെ ഇപ്പം ഈ ഫോർ ലൂപ്പിൻ്റെ അകത്താണ് ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അത് കാരണം ഈ ഫോർ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് 3 സ്റ്റേറ്റ്മെൻറ്റ് 4 ആയിരിക്കും പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് 3 സ്റ്റേറ്റ്മെൻറ്റ് 4 എന്ന് പറയുന്നത് ഈ ഫോർ ലൂപ്പിൻ്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വെച്ച് ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് അത് സ്റ്റോപ്പായി. ഈ ഫോർ ലൂപ്പിൻ്റെ ആ ലൂപ്പ് ബോഡി അവിടെ വെച്ച് അതിൻ്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പായി പുറത്തിറങ്ങി പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് 3 സ്റ്റേറ്റ്മെൻറ്റ് 4 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഈ ഇൻക്രിമെൻറ്റ് അത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്ത് ട്രൂ ആവുന്നതെങ്കിൽ പിന്നെയും ഈ സ്റ്റേറ്റ്മെൻറ്റ് 1 സ്റ്റേറ്റ്മെൻറ്റ് 2 എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അപ്പം എവിടെയാണോ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ആ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന ആ ലൂപ്പിൽ നിന്നായിരിക്കും പുറത്തിറങ്ങുന്നത്. അല്ലാതെ എല്ലാ ലൂപ്പിൽ നിന്നും പുറത്തിറങ്ങാൻ വേണ്ടിയല്ല ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ഏത് പർട്ടിക്കുലർ ലൂപ്പിലാണോ ആ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ആ ലൂപ്പിൽ നിന്നായിരിക്കും ഇത് പുറത്തിറങ്ങുന്നത്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അതേസമയം കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് പോലെ അതിനെ ബ്രേക്ക് അത് സ്റ്റോപ്പ് ചെയ്ത് പുറത്തിറങ്ങത്തില്ല, പകരം അതിൻ്റെ ബിഗിനിങ്ങിലേക്ക് സംഭവം അത് റിപ്പീറ്റ് ചെയ്ത് പോകും. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം വൈൽ എന്ന സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് 1 സ്റ്റേറ്റ്മെൻറ്റ് 2 പിന്നെ ഒരു ഇഫ് കണ്ടീഷൻ്റെ അകത്താണ് കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ നിലയിൽ ഈ കണ്ടീഷൻ 2 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് എപ്പോഴും ഫാൾസ് തന്നെയായിരിക്കും. ഫാൾസ് തന്നെ ആവുന്നതുകൊണ്ട് കണ്ടിന്യൂ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. നോർമൽ പ്രൊസീജിയറിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 സ്റ്റേറ്റ്മെൻറ്റ് 2 എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ ഇഫ് അത് ചെക്ക് ചെയ്യപ്പോഴേക്കും കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് 3 സ്റ്റേറ്റ്മെൻറ്റ് 4 എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. സ്പെഷ്യൽ സിറ്റുവേഷനൊക്കെ എത്തുമ്പോഴേക്കും ഈ കണ്ടീഷൻ 2 എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ട്രൂ ആവുകയും ഈ കണ്ടിന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവുകയും ചെയ്യും. ഈ കണ്ടിന്യൂ എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് 3 സ്റ്റേറ്റ്മെൻറ്റ് 4 പിന്നെ എക്സിക്യൂട്ട് ചെയ്യത്തില്ല, പകരം അതിൻ്റെ ബിഗിനിങ്ങിലേക്കായിരിക്കും അത് പോകുന്നത്. അതുകൊണ്ടാണ് അതിനെ കണ്ടിന്യൂ എന്ന് പറയുന്നത്. ഇവിടെ ബ്രേക്ക് ആയിരുന്നുവെങ്കിൽ ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി റിമൈനിങ് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോയിനെ. പക്ഷേ ഇവിടെ കണ്ടിന്യൂ എന്നാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടിന്യൂ എന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ വെച്ച് ആ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ലൂപ്പിൻ്റെ ബിഗിനിങ്ങിലോട്ട് പോകും. അതായത് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകും. ഇവിടെ വെച്ച് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് പിന്നെയും ട്രൂ ആണെങ്കിൽ പിന്നെ ഇനി സ്റ്റേറ്റ്മെൻറ്റ് 2 ഒക്കെ എക്സിക്യൂട്ട് ചെയ്ത് ഇവിടെ കണ്ടീഷൻ 2 ചെക്ക് ചെയ്ത് പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് 3 സ്റ്റേറ്റ്മെൻറ്റ് 4 എക്സിക്യൂട്ട് ചെയ്ത് നോർമലായിട്ടുള്ള ആ ഒരു റണ്ണിങ്ങിലോട്ട് പോകും. അപ്പോൾ അതിന് വേണ്ടിയാണ് കണ്ടിന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എവിടെയാണ് കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ലൂപ്പിൻ്റെ ബിഗിനിങ്ങിലോട്ട് അതിൻ്റെ കൺട്രോൾ തിരിച്ചു പോകും. അതേസമയം ഡു വൈലിൻ്റെ അകത്താണ് നമ്മൾ ഈ കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവുന്നതെങ്കിൽ ഇവിടെ ഏതെങ്കിലും സ്പെഷ്യൽ സിറ്റുവേഷൻ എത്തപ്പോൾ ഈ കണ്ടീഷൻ 2 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ട്രൂ ആവുകയും അതുകൊണ്ട് ഈ കണ്ടിന്യൂ എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവുകയും ചെയ്യും. ഈ കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൂപ്പ് ബോഡിക്കകത്തുള്ള ആ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്ത്
നേരെ അതിൻ്റെ ബിഗിനിങ്ങിലോട്ട് പോകും. ഈ ഡു വൈൽ എന്നായതുകൊണ്ട് ഇതിൻ്റെ ബിഗിനിങ്ങിലോട്ടായിരിക്കത്തില്ല പോകുന്നത്, പകരം ഇതിൻ്റെ എൻഡിലോട്ടായിരിക്കും പോകുന്നത്. ഈ വൈൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കണ്ടീഷനിലോട്ടായിരിക്കും പിന്നെ എക്സിക്യൂട്ട് നടക്കുന്നത്. അതായത് ഈ കണ്ടിന്യൂ എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് നിർത്തിയിട്ട് പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് 3 സ്റ്റേറ്റ്മെൻറ്റ് 4 എക്സിക്യൂട്ട് ചെയ്യത്തില്ല, പകരം നേരെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന അതിലോട്ടായിരിക്കും വരുന്നത്. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ട്രൂ ആവണമെങ്കിൽ പിന്നെയും അത് വീണ്ടും അത് എക്സിക്യൂട്ട് ലൂപ്പ് ബോഡിക്കകത്ത് സംഭവം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഡു വൈലിൻ്റെ അകത്ത് ഈ കണ്ടിന്യൂ എന്ന സ്റ്റേറ്റ്മെൻറ്റ് വന്നാലുള്ള എക്സിക്യൂഷൻ. അതുപോലെ തന്നെ ഫോർ ലൂപ്പിൻ്റെ അകത്ത് കണ്ടിന്യൂ വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഫോർ ലൂപ്പിൻ്റെ അകത്ത് ഏതെങ്കിലും സ്പെഷ്യൽ കണ്ടീഷൻ എത്തപ്പോൾ സ്പെഷ്യൽ സിറ്റുവേഷൻ എത്തപ്പോൾ ഈ കണ്ടീഷൻ 2 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആവുന്നു. അപ്പോഴായിരിക്കും ഈ കണ്ടിന്യൂ എന്ന സംഭവം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കണ്ടിന്യൂ എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് എക്സിക്യൂഷൻ സ്റ്റോപ്പ് ആയി. ഈ ഫോർ ലൂപ്പിൻ്റെ അകത്തുള്ള എക്സിക്യൂഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇൻക്രിമെൻറ്റിലോട്ടായിരിക്കും അടുത്ത സംഭവം എക്സിക്യൂട്ട് ആവുന്നത്. ഇപ്പോൾ കണ്ടിന്യൂ എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്താൽ അവിടെ വെച്ച് എക്സിക്യൂഷൻ സ്റ്റോപ്പ് ആയിട്ട് പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻക്രിമെൻറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും. അതായത് സ്റ്റേറ്റ്മെൻറ്റ് 3 സ്റ്റേറ്റ്മെൻറ്റ് 4 പിന്നെ എക്സിക്യൂട്ട് ചെയ്തില്ല. എവിടെ വെച്ചാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവുന്നത് അവിടെ വെച്ച് ലൂപ്പ് ബോഡിക്കകത്തുള്ള എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇൻക്രിമെൻറ്റ് എന്ന സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകും. ഇൻക്രിമെൻറ്റ് വെച്ച് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു, എന്നിട്ട് പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആവണമെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഓരോന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഫോർ ലൂപ്പിൻ്റെ അകത്ത് കണ്ടിന്യൂ വന്നാലുള്ള പ്രത്യേകത. അപ്പോൾ ഇത് കാരണം കണ്ടിന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതിനാണ് ഉപയോഗിക്കുന്നത്. ഈ കണ്ടിന്യൂ എന്ന സ്റ്റേറ്റ്മെൻറ്റ് റെയറായിട്ട് നമ്മൾ സാധാരണ പ്രോഗ്രാം എഴുതാനായിട്ട് ഉപയോഗിക്കും. പ്രത്യേകിച്ച് എക്സാമിന് ക്വസ്റ്റിനൊക്കെ ചോദിക്കുമ്പോൾ കണ്ടിന്യൂ ഒക്കെ ഉപയോഗിച്ച് റെയറായിട്ട് നമ്മൾ പ്രോഗ്രാം എഴുതാറുള്ളൂ. എന്നാലും ഇങ്ങനെ ഒരു സംഭവം തിയറി ചോദിക്കാൻ സാധ്യതയുണ്ട്. ബ്രേക്കും കണ്ടിന്യൂവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നൊക്കെ തിയറി ക്വസ്റ്റിനായിട്ട് ചോദിക്കുക. അപ്പോൾ ആ സമയത്ത് സാമ്പിൾ സിൻറ്റാക്സ് ഇങ്ങനെ എഴുതിയിരിക്കും പോലെ സാമ്പിൾ സിൻറ്റാക്സ് ഒക്കെ എഴുതി നിങ്ങൾ ഓരോന്നിൻ്റെ എക്സിക്യൂഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാനൊക്കും, സെൻറ്റൻസുകൾ എഴുതാനൊക്കും. അപ്പോൾ ഇതാണ് ബ്രേക്ക്, കണ്ടിന്യൂ എന്നീ സംഭവങ്ങൾ. അപ്പോൾ ഇതെല്ലാം ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഈ ബ്രേക്കും കണ്ടിന്യൂ വരുന്നത്. അതുപോലെ തന്നെ അടുത്ത ഒരു ജമ്പ് സ്റ്റേറ്റ്മെൻറ്റാണ് ഗോ ടു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അതിനെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.